ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 233. 54-ാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ് നോക്കുന്നത്. അതിൽ 56-ാമത്തെ ക്ലാസ്സാണ്. ഇതിൽ 4-ൽ 9 മുതൽ 13 വരെയുള്ളതാണ് നോക്കുന്നത്. ഇതിലും ആ പരമാത്മാവിനെ പറ്റി, പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതിനെപ്പറ്റി, ബ്രഹ്മത്തെപ്പറ്റി, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റേജായ പരമാത്മാവിനെ പറ്റി ആണ് പറയുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇതുവരെ ഇതിനെപ്പറ്റി തന്നെയാണ് പറഞ്ഞത്. നചികേതസിനോട് യമൻ പറയുന്നതാണ്. അപ്പോൾ എന്താണ് ഇവിടെയും പറയുന്നത് നോക്കാം. 9 ഈ പരബ്രഹ്മ പുരുഷോത്തമൻ്റെ പ്രത്യക്ഷ രൂപം നമ്മുടെ മുമ്പിൽ വരില്ല. ഒരിക്കലും അതിൻ്റെ ശരിയായ രൂപത്തിൽ നമ്മളെ മനസ്സിൽ വരാൻ പോകുന്നില്ല. കാരണം എന്തുകൊണ്ട് പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതിന് രൂപവുമില്ല, ഭാവവുമില്ല. അപ്പോൾ അതൊരു പ്രത്യക്ഷ രൂപത്തിൽ ഒരിക്കലും എവിടെയും വരാൻ പോകുന്നില്ല അതിൻ്റെ ശരിയായ രൂപത്തിൽ. ഇപ്പം നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ അതിനെ പറ്റിയുള്ള വിവരം കിട്ടുമെന്ന് പറയുമ്പോൾ അതൊരു അനുഭൂതിയിലൂടെ മനസ്സിലാക്കാനേ പറ്റുള്ളൂ. ഗാഠനിദ്രയിൽ നമുക്കുള്ള ഒരവസ്ഥ മാതിരി മനസ്സിലാക്കാനേ പറ്റുകയുള്ളൂ. അല്ലാതെ അതിന് വേറെ രൂപമൊന്നുമില്ല. പിന്നെ എങ്ങനെ മുമ്പിൽ വരിക? ആ ദിവ്യരൂപം യാതൊരു മനുഷ്യനും പ്രാകൃത ചക്ഷസ്സുകൾ കൊണ്ട് ദർശിക്കുവാനാകില്ല. സാധാരണ മനുഷ്യനുള്ള കണ്ണുകൊണ്ടൊന്നും അതിനെ കാണാൻ പറ്റില്ല. കാരണം അതിന് രൂപമില്ല. രൂപമില്ലാത്തതിനൊന്നിനെ എങ്ങനെയാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണുക? അതൊന്നും മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. യാതൊരു ഭക്തൻ നിരന്തരമായി ചിന്തിച്ചാൽ തൻ്റെ ഹൃദയത്തിൽ ദിവ്യരൂപത്തെ സംബന്ധിച്ച് ധ്യാനം ചെയ്യുന്നുവോ. അപ്പം ഏതൊരു ഭക്തൻ നിരന്തരമായി അതിനെ തന്നെ ചിന്തിച്ചുകൊണ്ട് തൻ്റെ ഹൃദയത്തിൽ ദിവ്യരൂപത്തെ സങ്കല്പിച്ച് ധ്യാനം ചെയ്യണം. ആ സങ്കല്പിക്കുന്നത് നമുക്ക് ഏത് രൂപത്തിലും സങ്കല്പിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ സ്വസ്വരൂപത്തിൽ ലയിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ആത്മാവ്, ജീവാത്മാവ് അതിലേക്കങ്ങ് ലയിക്കും. നമ്മൾ ഗാഠനിദ്രയിൽ നമ്മളെ മനസ്സ് എവിടെയോ ലയിച്ചിട്ടുണ്ട്. നമുക്ക് ജ്ഞാനെന്ന ചിന്തയില്ല ഗാഠനിദ്രയിൽ. അതുപോലെ അതിൽ പോയങ്ങ് ലയിക്കും. പിന്നെ ഒരു ഗാഠനിദ്രയിൽ എന്താണ് അനുഭൂതിയുള്ളത്? അതുപോലെ ഒരു അനുഭൂതി, അതിനെക്കാട്ടി നല്ല ദിവ്യമായ ഒരു അനുഭൂതി ഉണ്ടാകുക. ആ അനുഭൂതിയെ നമ്മൾ ബ്രഹ്മമായി കണ്ടുകൊള്ളുക. അപ്പോൾ അവൻ്റെ വിശുദ്ധ ബുദ്ധിരൂപമായ നേത്രത്താൽ ബുദ്ധി കൊണ്ട് ഭഗവാന്റെ ദർശനം നേടുന്നു. അവനൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പം ഗാഠനിദ്രയിൽ നമുക്കൊരു ഫീലിംഗ് ഇല്ലേ? ഉണ്ട്. എന്താണത്? നല്ലോണം ഉറങ്ങി എന്ന് പറഞ്ഞിട്ടാണ് എണീക്കോ, ഇന്ന് നല്ലോണം ഉറങ്ങി. എന്താണത്? പറയാനൊന്നും പറ്റില്ല, വിവരിക്കാനും പറ്റില്ല. അതുപോലെ ഒരവസ്ഥ ആ സമയത്ത്. അവനപ്പോൾ അമരനായിത്തീരുന്നു. പിന്നെ ആ ബ്രഹ്മം പോലെ ആയിത്തീരുന്നു. അവനും പിന്നെ ഒരു ലോകവുമായിട്ട് പിന്നെ അവന് മരണങ്ങളൊന്നുമില്ല. പരമാനന്ദ സ്വരൂപനായിത്തീരുന്നു. നല്ല പരമാനന്ദമായിരിക്കും ആ സമയത്ത്. പിന്നെ എപ്പോഴും മനസ്സ് പരമാനന്ദമായ ആ അവസ്ഥയിൽ, ഗാഠനിദ്രയിൽ നമ്മൾ ഒരവസ്ഥയുണ്ടല്ലോ, അതുപോലെയെന്ന് നമുക്ക് സങ്കല്പിക്കാനേ പറ്റില്ല. അതിലും കാമായ ഒരവസ്ഥ, ഒരു അതിനാണ് പരമാനന്ദ ആ രൂപം എന്നെല്ലാം പറയുന്നത്. അതിലേക്ക് എത്തിച്ചേരും. ഇനി 10 യോഗാഭ്യാസത്തിലൂടെയുള്ള മനസ്സിനാൽ നമുക്ക് വേണമെങ്കിൽ യോഗാഭ്യാസത്തിലൂടെയും ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാം. യോഗാഭ്യാസത്തിലൂടെ ആ അവസ്ഥയിൽ എത്തുന്നതിന് പിന്നെ പഠിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ആർക്കും അത് പ്രാക്ടീസ് ചെയ്യാം. യോഗാഭ്യാസത്തിലൂടെ അങ്ങനെ നേടുന്ന മനസ്സോടെ പഞ്ചേന്ദ്രിയങ്ങളെ സ്ഥിരമാക്കി. അപ്പോൾ യോഗാഭ്യാസത്തിൽ ഇരിക്കുമ്പോൾ നമ്മളെ പഞ്ചേന്ദ്രിയ നമ്മളൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, ഒന്നുമില്ല. എല്ലാം കൂട്ടിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പഞ്ചേന്ദ്രിയങ്ങളെല്ലാം സ്ഥിരമാക്കി പിന്നെ കാണുന്നില്ല, കേൾക്കുന്നില്ല, ഒന്നും പ്രവർത്തിക്കൊന്നുമില്ല. യോഗാഭ്യാസം ചെയ്യുമ്പോൾ മറ്റുള്ളൊന്നും പ്രവർത്തികൾ നിർത്തും. ബുദ്ധിയെ ഏകമായ ബ്രഹ്മത്തിൽ ഉറപ്പിച്ച്, എന്നിട്ട് നമ്മൾ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ബ്രഹ്മത്തിൽ തന്നെ ഉറപ്പിച്ച് മറ്റ് ചിന്തകളൊന്നുമില്ലാതെ
ജ്ഞാനമുണ്ടാക്കാത്ത രീതിയിൽ സ്ഥിരമായി നിർത്തിയിരുന്നുവോ? ജ്ഞാനമുണ്ടാകാത്ത രീതിയിൽ ബുദ്ധി മാറണം. അതായത് ബുദ്ധിയിലിരുന്നിട്ട് വേറെ ഒന്നും ചിന്തിക്കാനൊന്നും പാടില്ല, സയൻസ് ഒന്നും ചിന്തിക്കാൻ പാടില്ല, എല്ലാം വിട്ടേക്കണം. അല്ലാതെ ജ്ഞാനത്തെ പറ്റിയൊന്നും വേറെ എന്തെങ്കിലും ബുദ്ധിപരമായ കാര്യങ്ങളൊന്നും ചിന്തിച്ചുകൂടാ. എല്ലാം കളഞ്ഞിട്ട് ബുദ്ധിനെ അടക്കം ആ ബ്രഹ്മത്തെപ്പറ്റി മാത്രം ചിന്തയാക്കിയിട്ട് സ്ഥിരമായി നിർത്തുന്നുവോ അതിനെയാണ് പരമഗതി എന്ന് പറയുന്നത്, യോഗിയുടെ പരമഗതി. അപ്പം യോഗികൾക്ക് ഇങ്ങനെ മനസ്സിൽ അതിൽ ഏകാഗ്രമായി വെച്ചുകൊണ്ട് യോഗാഭ്യാസം എല്ലാം ചെയ്തുകൊണ്ടിരുന്നാൽ ആ അവസ്ഥയിൽ എത്തിച്ചേരാം. പക്ഷേ സയൻസ് പോലും ചിന്തിക്കരുത്. 11. ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി ഇവയുടെ നിശ്ചലസ്ഥിതി തന്നെ യോഗം. യോഗം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ദ്രിയങ്ങളും നമ്മുടെ കാണുന്ന കേൾക്കുന്ന ഒന്നും കാണാനും കേൾക്കാനും പോകുന്നില്ല, സ്പർശിക്കാനും പോകുന്നില്ല, ഒരു കർമ്മവും ചെയ്യാനും പോകുന്നില്ല. ബുദ്ധി, മനസ്സും വേറെ ഒന്നിലേക്കും പോകുന്നില്ല, ബുദ്ധിയും ഒന്നിലേക്കും പോകുന്നില്ല, ചിന്തിക്കാനൊന്നും പോകുന്നില്ല. ആകെ ആ ബ്രഹ്മത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതാണ് യോഗം. അതിനാണ് യോഗം എന്ന് പറയുന്നത്. അപ്പോൾ യോഗാഭ്യാസത്തിൻ്റെ അർത്ഥം എന്താണ്? മനസ്സിനെ ഒന്നിലേക്ക് ഏകാഗ്രമായി കൊണ്ടുവരാനുള്ള ഒരു വഴി. അത് നേടിയ യോഗി തന്നെ മഹാനുഭാവൻ. അവനെയാണ് മഹാനുഭാവൻ എന്ന് പറയുന്നത്, ആ അവസ്ഥയിൽ എത്തിച്ചേർന്നവൻ. അപ്പോഴവൻ എല്ലാ വിഷയങ്ങൾക്കും അതീതനായിത്തീരുന്നു. പിന്നെ അവന് ഈ ലോകത്തിലുള്ള ഒരു വിഷയത്തെപ്പറ്റി അവൻ ചിന്തിക്കില്ല, ബുദ്ധിയൊന്നും ഉപയോഗിക്കില്ല, ഒന്നിനെപ്പറ്റി അവൻ ചിന്തിക്കുന്നില്ല, എല്ലാം വിട്ടു, പഠിച്ചതും വിട്ടു, ജീവിത അനുഭവങ്ങളും എല്ലാം വിട്ടു, ബന്ധങ്ങളെപ്പറ്റി എല്ലാ ചിന്തയെല്ലാം വിട്ടു. ഇത് യോഗം ഉദയവും അസ്തമയവും പോലെയാണ്, അത് ഉയരുകയും താഴുകയും ചെയ്യും. ഈ യോഗം എന്ന് പറയുന്നത് ശ്രദ്ധയോടുകൂടി നമ്മൾ എപ്പോഴും ചെയ്യണം, അല്ലെങ്കിൽ അസ്തമിച്ചു പോകും. ഉദിക്കുന്ന കണ്ടിട്ട് പിന്നെ പോയി അത് അസ്തമിക്കുകയും ചെയ്യും, അത് ഓർത്തോണം. അതുപോലെ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ പെട്ടെന്ന് നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് ചിന്ത പോയാൽ നമ്മൾ ഈ അധ്വാനിച്ച മുഴുവൻ പോകും. അതുകൊണ്ട് അയാൾ എപ്പോഴും ദൃഢാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും ഉറച്ച മനസ്സോടുകൂടി അതിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ടിരിക്കണം. അല്ലാതെ മനസ്സ് അതിൽ നിന്നും വിട്ടുപോകരുത്. ഇടയ്ക്കൊന്ന് കുറച്ച് നേരം നമ്മളെ വീട്ടുകാരെ പറ്റിയെല്ലാം ചിന്തിക്കാമെന്ന് വിചാരിച്ചാൽ പോയി. ഉദിച്ചിട്ട് ആ നല്ല ഉയർന്ന അവസ്ഥയിലേക്ക് എത്താൻ പോകുമ്പോഴേക്കാണ് പിന്നെന്ത് ചെയ്യുന്നത്, അത് അസ്തമിക്കുന്നത്. അതുപോലെ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് എത്താൻ പോകുമ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചിന്തകളെല്ലാം കയറിയിട്ട് പൊളിഞ്ഞു പോകും. അതുകൊണ്ട് സ്ഥിരമായിട്ട് അഭ്യാസം ചെയ്യണം. ഇനി 12. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പരമാത്മാവിനെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട്, നമ്മളെ കയ്യും കാലും എന്തെങ്കിലും അധ്വാനിച്ചത് കൊണ്ടൊന്നും പരമാത്മാവിനെ മനസ്സിലാക്കാൻ പറ്റില്ല. ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് നോക്കിയിട്ടും കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ടൊന്നും മൂലമായ അന്ധകരണങ്ങൾ കൊണ്ടൊന്നും പ്രാപിക്കുവാൻ സാധ്യമല്ല. സാധാരണ ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം വഴികൾ ഉപയോഗിക്കുക, വഴികളൊന്നും ഗവേഷണം എന്തെങ്കിലും അതൊന്നും തന്നെ ഇതിൽ പ്രായോഗികമല്ല. കാരണം ഇവക്കൊന്നും അവൻ്റെ അടുത്തെത്താൻ പറ്റില്ല. കണ്ണിനോ കാഴ്ചക്കോ ശബ്ദത്തിനോ മണത്തിനോ രുചിക്കോ ഒന്നും തൊട്ടു നോക്കാൻ ഇതൊന്നും അതിൻ്റെ അടുത്തെത്താൻ പറ്റില്ല. അതങ്ങനെ അത്രയും അകലെയായിട്ട് നിൽക്കുന്ന പോലെയാണ്. എന്നാൽ അദ്ദേഹത്തെ പ്രാപിക്കുവാൻ തീവ്രമായ ഇച്ഛ ഉള്ളവന്, നല്ല ഇച്ഛയുണ്ട്, അവനെ പ്രാപിക്കുക, എനിക്കതില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു ഇച്ഛയുള്ളവന് അത് സാധിക്കും. എനിക്ക് ആ ബ്രഹ്മത്തെ മനസ്സിലായേ പറ്റൂ എന്ന് വെച്ച് അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ട് മനസ്സതിൽ തന്നെ ഉറപ്പിച്ചിരിക്കുക, അവനത് സാധിക്കും. ഈ സത്യം മനസ്സിലാക്കാത്തവന് അവനെ പ്രാപിക്കുവാനാവില്ല. അതുകൊണ്ടാണ് ശാസ്ത്രലോകത്തിന് അതിനെ മനസ്സിലാക്കാൻ പറ്റാത്തത്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായിരുന്ന ശാസ്ത്രലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാഞ്ഞത് അതിന് രൂപവും ഭാവവും ഇല്ല. ശാസ്ത്രന്മാർ ഉപകരണം വെച്ചൊന്നും അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് യോഗാഭ്യാസം ചെയ്തുകൊണ്ട് നിരന്തരം അതിനെ പ്രാപിക്കുവാനായി ഉത്കണ്ഠയോടുകൂടി പ്രയത്നിക്കണം.
അപ്പം യോഗാഭ്യാസം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എപ്പോഴും അതിനെ മനസ്സിലാക്കാൻ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് യോഗാഭ്യാസങ്ങളെല്ലാം ചെയ്ത് ശരീരം പുഷ്ടിപ്പെടുത്തി മനസ്സിനെ അതിൽ തന്നെ ചിന്തയിൽ അർപ്പിച്ചുകൊണ്ട് മെഡിറ്റേഷനെല്ലാം ചെയ്തുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഇരുന്ന് കഴിയുമ്പോൾ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും. 13 പരമാത്മാവിന് താല്പര്യമുണ്ടെന്ന്. അദ്ദേഹത്തിന് നമ്മളെ അങ്ങോട്ടേക്ക് സ്വീകരിക്കാൻ താല്പര്യമുണ്ട്. അദ്ദേഹം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ അങ്ങോട്ടേക്ക് എടുക്കാൻ എന്ന ചിന്തയോടുകൂടി അവയെ നിശ്ചയമായി ലഭിക്കും എന്ന ദൃഢനിശ്ചയത്തോടുകൂടി വിശ്വാസത്തോടുകൂടി. അപ്പോൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ സംശയത്തോടുകൂടി ഇറങ്ങിത്തിരിച്ചിട്ട് കാര്യമില്ല. ഞാനത് നേടിയിട്ടേ വരും. പണ്ട് നചികേതസ് അങ്ങനെയാണല്ലോ പോയത്. ആ നിശ്ചയദാർഢ്യം കൊണ്ടാണ് അദ്ദേഹത്തിന് അത് സാധിച്ചത്. അതുപോലെ നമുക്ക് പോകാൻ പറ്റണം. ആ പരമേശ്വരൻ എന്നെ സ്വീകരിക്കും, ഞാൻ അതിന് നേടിയേ മതിയാക്കുകയുള്ളൂ എന്ന ഒരൊറ്റ ചിന്തയോടുകൂടി ദൃഢമായ വിശ്വാസം സാധകനുണ്ടാകണം. സംശയത്തോടുകൂടി പോയിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു ശക്തിയുണ്ട്, അതിനെ ഞാൻ മനസ്സിലാക്കിയേ മതിയാക്കിയുള്ളൂ എന്ന വിശ്വാസത്തോടുകൂടി പോകണം. ആ നിശ്ചയത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കണം. എന്നിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കണം, നിഷേധിച്ചിട്ട് കാര്യമില്ല. സംശയം കൊണ്ട് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അതില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി പോയിട്ടും കാര്യമില്ല. ഉണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി അങ്ങോട്ടേക്ക് പോകണം. അദ്ദേഹത്തെ സ്വീകരിക്കണം. അതോടുകൂടി അദ്ദേഹത്തെ താത്വിക വിചാരത്തോടെ ധ്യാനിക്കുക. എന്നിട്ട് തത്വവിചാരത്തോടെ ധ്യാനിച്ചോളൂ. അതുണ്ട്, അതിനെ ഞാൻ കാണും, അതിന് രൂപവും ഭാവമൊന്നുമില്ല, പക്ഷേ എനിക്കതിനെ ഫീൽ ചെയ്യാൻ പറ്റും. ഞാൻ മനസ്സതിൽ തന്നെ ഉറപ്പിക്കുന്നു എന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ധ്യാനിക്കുക. അപ്പോൾ ആ പരമാത്മാവിനെ പ്രാപിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ആ പരമാത്മാവിനെ പ്രാപിക്കുക. അതത്ര പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും വിട്ടിട്ട് അതിലേക്ക് മാത്രം മനസ്സിനെ കൊണ്ടുപോകണം. അദ്ദേഹത്തെ ആവശ്യമുണ്ടെന്നും എനിക്ക് അദ്ദേഹത്തെ ആവശ്യമുണ്ട്, അദ്ദേഹം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുക. അദ്ദേഹം തൻ്റെ തന്നെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെന്നും അദ്ദേഹം എൻ്റെ ഹൃദയത്തിൽ തന്നെ ഉണ്ട്, അത് വേറെ എവിടെ അന്വേഷിക്കേണ്ട, എൻ്റെ ഹൃദയത്തിൽ തന്നെയുണ്ട്, എനിക്കതിനെ കൂടാതെ ജീവിക്കാൻ പറ്റില്ല, അതെൻ്റെ ഹൃദയത്തിൽ തന്നെ ഉണ്ട് എന്ന വിശ്വാസത്തോടെ അവനെ പ്രാപിക്കുവാനായി എപ്പോഴും സാധകൻ ശ്രമിക്കണം. തൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് അത് ഉള്ളത് എന്ന ചിന്തയോടുകൂടി മനസ്സിനെ ഹൃദയത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. അങ്ങനെ അദ്ദേഹത്തെ സ്വീകരിക്കണം. ആ ഉറച്ച വിശ്വാസത്തോടുകൂടി അദ്ദേഹത്തെ ഹൃദയത്തിൽ ദർശിക്കുവാൻ ശ്രമിക്കണം സാധകൻ. അപ്പോൾ ആ ദിവ്യരൂപം ഹൃദയത്തിൽ സ്വയം പ്രകാശിക്കും. അത് അനുഭവിച്ചറിയാൻ പറ്റും. അപ്പോൾ ഹൃദയത്തിൽ ഒരു ഫീലിംഗ് നമുക്കുണ്ടാകും. എപ്പോൾ നമ്മൾ മനസ്സിലും ഗാഠമായതിനെ തന്നെ ഒരു യഥാർത്ഥത്തിൽ ആ ഗാഠനിദ്രയുടെ അവസ്ഥയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. മനസ്സെപ്പോഴും അതിൽ തന്നെ ലയിച്ച് പോയി ശരീരം നിശ്ചലമായി പോലും മനസ്സ് ഗാഠനിദ്രയിലേക്ക് നമ്മൾ പോകുന്ന ഒരു പോക്കുണ്ടല്ലോ, അതേപോലെ നമ്മൾ ആ ബ്രഹ്മത്തിൽ പോയി ചേരും. മനസ്സതിൽ പോയി ചേർന്ന് പോകും. അപ്പോഴാണ് നമുക്ക് ആ അനുഭൂതി ഉണ്ടാവും. ഒരനുഭൂതി ഉണ്ടായി, എന്തോ ഒരു അനുഭൂതി. എന്താണ് ഗാഠനിദ്രയിൽ നമുക്കെന്താണ് നമ്മൾ പറയുന്നില്ല, നല്ല സുഖനിദ്രയായിരുന്നു ഇന്നലെ, നല്ലോണം ഉറങ്ങിയത്. എന്ത് സുഖമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പറയാൻ പറ്റൂല. കാരണം അതിൻ്റെ രൂപവും ഭാവമൊന്നുമില്ല. അതേപോലെയുള്ള ഒരവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. അത് തന്നെയാണ് ബ്രഹ്മസാക്ഷാത്കാരം. അല്ലാതെ ആ ബ്രഹ്മത്തിന് വേറെ രൂപമൊന്നുമില്ല, ഒരു രൂപത്തിലും അതിനെ ദർശിക്കാനും പറ്റില്ല. നമ്മളെല്ലാം പറയും നമ്മൾ കൃഷ്ണൻ്റെ രൂപത്തിൽ അവിടെ ദർശിച്ചു മറ്റും, അങ്ങനെയൊന്നുമില്ല. ഒരു രൂപത്തിലും അതിനെ, കൃഷ്ണനൊന്നും ദേവതകളല്ല, അവരെല്ലാം ദേവതകളാണ്, ഈശ്വരനല്ല, ആ ബ്രഹ്മമല്ല. അതുകൊണ്ട് അതിനെ ആ അനുഭൂതിയിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്.